ഹലോ ഓൾ, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ആമിക്കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ വരികയാണ്. അപ്പോൾ അതിനുള്ളൊരു കുട്ടി ഫ്രോക്ക് എടുക്കാൻ പോയാലോ? വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് കൊച്ചൂസ്. അങ്ങനെ ഞങ്ങൾ റെഡിയായി, ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ പോകുന്നത് ജയലക്ഷ്മിയിലേക്കാണ്. വണ്ടിയിൽ പോണതിൻ്റെ ആഹ്ലാദ പ്രകടനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ജയലക്ഷ്മി എത്തി. എടപ്പള്ളിയിലുള്ള ജയലക്ഷ്മിയിലേക്കാണ് വന്നത്. പുതിയ ഷോറൂമാണ്. അപ്പോൾ അങ്ങോട്ടാണ് വന്നത്. അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. കുട്ടികളുടെ ആയാലും വലിയവരുടെ ആയാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കളക്ഷൻസ് ഉണ്ട്. ഞങ്ങളുടെ ക്യാമറാമാൻ അടിപൊളി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ പകുതി വീഡിയോസേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾക്കതുകൊണ്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് നമുക്കതൊന്നും കാണിച്ചു തരാനൊന്നും പറ്റില്ല. കുറച്ച് കട്ടിങ്സ് മാത്രമേ. അങ്ങനെ ഇവിടെ കുറച്ച് നോക്കി, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്കൊന്നും സെറ്റായില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ഫ്രോക്ക് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇതിൽ ആ റെഡും ബ്ലൂ ഒക്കെ നല്ല രസമുണ്ട്. ബ്ലൂ അടിപൊളിയായിട്ടുണ്ട് കാണാൻ. പക്ഷെ വലിയ പിള്ളേരുടെയാണ്, വലിയ കുട്ടികളുടെ ഉള്ള ഫ്രോക്കാണ്. എൻ്റെ കുഞ്ഞ് കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. ഞങ്ങൾക്ക് ഇഷ്ടമായി, അങ്ങനെ സെലക്ട് ചെയ്തു. പോണതാണ് അമ്മക്കുട്ടിയുടെ ഫ്രോക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി എനിക്ക് ടോപ്പ് നോക്കാമെന്ന് പറഞ്ഞിട്ട് പോവുമായിരുന്നു. എനിക്ക് ടോപ്പ് നോക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അവിടെ കുറച്ച് പിള്ളേർ നിന്ന് കളിക്കുന്നുണ്ടത് വണ്ടിയിൽ. പിന്നെ അവൾക്ക് ഇരിക്കണം എന്നായി. അങ്ങനെ അവളെ ഇരുത്തി. പിന്നെ ഞാനും കുറച്ച് നോക്കി. പക്ഷെ എനിക്കുള്ളതൊന്നും സെറ്റായില്ല. എനിക്ക് വാങ്ങിച്ചില്ല, അവൾക്ക് മാത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ക്ഷമയോടെ ഇരിക്കുന്നത് ഞാൻ വരണതും കത്തിട്ട്. അങ്ങനെ ഞങ്ങൾ ഫ്രോക്കും വാങ്ങിച്ചു അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളവിടെ കുഴപ്പമില്ലായിരുന്നു, നല്ല അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുഴപ്പമില്ല, നല്ലൊരു ഷോപ്പ് തന്നെയായിരുന്നു. ഞങ്ങളങ്ങനെ ഉള്ളിലോട്ടൊന്നും കയറി പോയില്ല. എനിക്ക് കുറച്ച് ടോപ്പും പിന്നെ അവൾക്കുള്ള ആ ഫ്രോക്കിൻ്റെ ആ ഒരു ഏരിയയിൽ മാത്രമേ ഞങ്ങൾ പോയുള്ളൂ. ഞങ്ങൾ വന്നത് ഈവനിങ് ടൈമാണ്. ഇനി ഒരുപാട് ലേറ്റ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഇറങ്ങി. അവിടെയുള്ള എല്ലാവർക്കും ബായൊക്കെ പറഞ്ഞിട്ട് അവൾ ഇറങ്ങി വന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ സംഭവം കണ്ടത്. അതിൽ വെറൈറ്റി ആയിട്ടില്ലേ. പിന്നെ ഞങ്ങൾ പോയത് ലുലുവിലേക്കാണ്. ലുലു വന്നിട്ട് കുറച്ചായി. അപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് അവിടെ ഒന്ന് കറങ്ങി പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ലുലുവിൽ പോയി. ലുലുവിലെത്തിയതും ഇത്രയും ഡീസൻ്റായ കുട്ടി വേറെ ഉണ്ടാവില്ല അവിടെ. അത്രയും അടിപൊളിയായിട്ടാണ് അവൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളാരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നടന്നോളാം, ഞാൻ ഭയങ്കര ഡീസൻ്റായിട്ട് നടന്നോളാം എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡേഞ്ചറാണെന്ന് അറിയാം, എന്തായാലും അനുകരിക്കാനൊന്നും നിൽക്കരുത്. അവളുടെ അച്ഛനുണ്ടല്ലോ എന്ന ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാനും സമ്മതിച്ചത്. അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ശരി, കുട്ടിയുടെ ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞ് അച്ഛൻ ഉള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ നിർത്താൻ സമ്മതിച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. പിന്നെ കിഡ്സിൻ്റെ സെക്ഷനിലെത്തിയപ്പോൾ